രോഹിത്തേട്ട, നിലമ്പൂരിൽ VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്ന് PV അൻവർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം VS ജോയുടെ പ്രതികരണം നമ്മൾ കണ്ടു. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നാണ് VS ജോയ് പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയുടേതായ സ്ഥാനാർത്ഥി നിർണ്ണയ രീതികളുണ്ട്, അത്തരത്തിൽ വരും എന്നുള്ളതാണ്. അപ്പൊ മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നു. അപ്പൊ PV അൻവർ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ എടുത്തുപോലെ VS ജോയ് പറഞ്ഞത് വളരെ പക്വമായ ഒരു മറുപടി പറഞ്ഞു. അതായത് PV അൻവർ പിന്നീട് തിരുത്തി പറഞ്ഞല്ലോ, ആര് സ്ഥാനാർത്ഥി ആയാലും സപ്പോർട്ട് ചെയ്യും, അപ്പൊ ഈ ചർച്ചകൾക്ക് ആവശ്യമില്ല എന്നാണ് VS ജോയ് പറഞ്ഞത്. പിണറായി വിജയൻ ഞെട്ടുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ UDF ജയിക്കും എന്നാണ് VS ജോയ് പറഞ്ഞത്. സ്വാഭാവികമായും നിലമ്പൂര് ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടം തൊട്ട് ഒരു കോൺഗ്രസ് മണ്ഡലം. അവിടെ PV അൻവറിനെ പോലെ ഒരാൾ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് പിന്നെ PV അൻവറിന്റെ മണി പവറിലും കാര്യങ്ങളിലും അദ്ദേഹം ആദ്യ തവണ വിജയിക്കുന്നു. പിന്നീട് കഴിഞ്ഞ തവണ വലിയ പോരാട്ടം നടക്കുന്നു. UDF സ്ഥാനാർത്ഥി റിസൾട്ട് വരുന്ന തൊട്ട് മുമ്പ് മരണപ്പെടുന്ന സ്ഥിതിവിശേഷമൊക്കെ നമ്മളവിടെ കണ്ടതാണ്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായി അവിടെ സ്ഥാനാർത്ഥിയാകണം, വിജയിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. അത് PV അൻവറിന്റെ UDF പ്രവേശന വാർത്തകളൊക്കെ വന്നപ്പോൾ അസ്വസ്ഥരായ ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടതാണ്. ഇനി PV അൻവർ പറഞ്ഞില്ലെങ്കിൽ പോലും VS ജോയുടെ പേര് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം എന്ന് പറയുന്നത് ഒരു നെപ്പോട്ടിസത്തിൽ വളർന്നു വന്ന നേതാവല്ലല്ലോ VS ജോയ്. ഒരു സാധാരണ കർഷക കുടുംബത്തിലെ, ഒരു കർഷക ക്രൈസ്തവ കുടുംബത്തിലെ കുട്ടിയായി വന്ന് KSU രാഷ്ട്രീയത്തിലൂടെ, യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ മലപ്പുറം ജില്ലയുടെ DCCയുടെ അധ്യക്ഷനായി മാറിയ ആളാണ്. ഇതിനു മുമ്പ് പാർട്ടി VS ജോയ്ക്ക് സീറ്റ് കൊടുത്തത് നമുക്കറിയാം. ഒട്ടും വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലൊക്കെയാണ് VS ജോയ്ക്ക് സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും VS ജോയുടെ പേര് അവിടെ പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനുള്ള അർഹത VS ജോയ്ക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ VS ജോയി, കിൻഡർ ജോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ കളിയാക്കുന്നുണ്ട്. ഒരു കിൻഡർ ജോയി ഒന്നുമല്ല, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് രാഷ്ട്രീയത്തിൽ VS ജോയി. ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ഒരാൾ തന്നെയാണ് VS ജോയി. നോക്കൂ, നിലമ്പൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ആര്യാടൻ മുഹമ്മദും PV അൻവറും ഒക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. അല്ല, നിലമ്പൂര് വനാതിർത്തി പങ്കിടുന്ന ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈന്ദവ വോട്ട് ഷെയറും ക്രൈസ്തവ വോട്ട് ഷെയറും ഇസ്ലാമിക വോട്ട് ഷെയറും തുല്യമായി നിൽക്കുന്ന ഒരു 33 അനുപാതത്തിൽ പോകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ വേണം വിജയിക്കാൻ എന്ന ചിന്താഗതിയൊക്കെ അങ്ങോട്ട് മാറ്റി വേണം. PV അൻവർ നിലവിൽ അവിടുത്തെ MLA ആണ്. PV അൻവറിന്റെ നിലമ്പൂരിലുള്ള സ്വാധീനം വളരെ വലുതാണ്, ചെറുതാക്കി കളയാൻ കഴിയില്ല. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ വലിയൊരു സ്വാധീനവും അവിടെ ഉണ്ട് എന്നുള്ളത്. ആര്യാടൻ ഷൗക്കത്തിന് അത്രത്തോളം ഇപ്പം VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്ത് പിണങ്ങുമോ, അല്ലെങ്കിൽ അവിടെ ആ ഒരു വിഭാഗ വോട്ടിന്റെ കുറവ് വരുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ PV അൻവറിന്റെ സപ്പോർട്ട് ഇപ്പുറത്ത് നിൽക്കുന്നിടത്തോളം കാലം PV അൻവറിനെ അനുകൂലിക്കുന്ന ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഇവിടെ ഉണ്ടല്ലോ. BJPക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും VS ജോയിയുടെ പേര് നിലമ്പൂരിൽ പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ്. യുവാക്കൾ കൂടുതലായി പാർട്ടി നേതൃത്വത്തിലേക്ക് കടന്നു വരിക എന്നത് അഭികാമ്യമായ കാര്യം തന്നെയാണ്. അപ്പൊ പറയും ആ മണ്ഡലക്കാരനല്ലല്ലോ എന്നൊരു വാദം ഉന്നയിക്കാൻ പറ്റില്ല. കാരണം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ടത് അതേ നിയമസഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ അതേ ജില്ലയിൽ ഒട്ടനവധി നേതാക്കന്മാർ ഉണ്ടായിട്ട് കൂടി പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചെങ്കിൽ അതിനന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്, അദ്ദേഹത്തിന് എവിടെയും മത്സരിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയുടെ DCC അധ്യക്ഷനാണ് VS ജോയി എന്ന ഫാക്ട് ആരും മറക്കാതെ പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും VS ജോയിക്ക് അവിടെ എന്താണ് സീറ്റിനുള്ള എല്ലാ അർഹതയും അവിടെയുണ്ട്. ഈ VS ജോയ് അവിടെ മത്സരിക്കുകയാണെങ്കിൽ വിജയ സാധ്യത എത്രത്തോളമായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ മണ്ഡലമാണ് നിലമ്പൂർ. അവിടെ PV അൻവർ UDF ക്യാമ്പിൽ നിന്ന് പോയി വിജയിച്ചു വന്ന ഇടതുപക്ഷം പിടിച്ചെടുത്ത സീറ്റാണ്. അപ്പോൾ ആ PV അൻവറും സംഘവും ഇപ്പോൾ UDFന് നിരുപാധികമായി പിന്തുണ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ അദ്ദേഹത്തിന്റെ താല്പര്യം VS ജോയോടാണെന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും മനസ്സിലാക്കും. അപ്പോൾ UDF വോട്ട് ബാങ്കും ഈ PV അൻവറിന്റെ വോട്ട് ബാങ്കും കൂടി ചേരുമ്പോൾ VS ജോയി എന്നല്ല, അവിടെ UDF സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും പിണറായി അവിടെ താൻ സപ്പോർട്ട് ചെയ്ത സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നത് PV അൻവറിന്റെ അഭിമാന പ്രശ്നമാണ്. അല്ലെങ്കിൽ തൃണമൂലിൽ പോയ PV അൻവറിന്, തൃണമൂൽ ഇന്ന് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFന് സപ്പോർട്ടില്ല അവിടെ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോടെ മത്സരിപ്പിക്കാം, അല്ലെങ്കിൽ അൻവറിന് തന്നെ മത്സരിക്കാം. പക്ഷെ അതില്ലാണ്ട് അൻവർ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് തിരയുന്നുണ്ടെങ്കിൽ അൻവറിന്റെ ലക്ഷ്യം പിണറായി വിജയനെ പാഠം പഠിപ്പിക്കുക, ഇടതുപക്ഷത്തിനോടല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടല്ല PV അൻവറിന്റെ ദേഷ്യം, അത് പിണറായി വിജയനോടും സംഘത്തിനോടുമുള്ള കാര്യമാണ്. അപ്പോൾ അത് PV അൻവറിന്റെ റിസ്ക് ആയി മാറും. അതിനുവേണ്ടി PV അൻവർ പണം മുടക്കും, പവർ മുടക്കും, എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യും. ഒപ്പം തന്നെ UDFന്റെ ഒരു സംഘടനാ സംവിധാനം കൂടി അവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അവിടെ വിജയിക്കാൻ സാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുത്ത പോലെ ഒരു പ്രിവിലേജ് VS ജോയ്ക്ക് കൊടുക്കണം. കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയ അപ്പോസ്തലന്മാരില്ലാതെ
ഒറ്റയ്ക്ക് പടവെട്ടി ഒറ്റയ്ക്ക് പണിയെടുത്ത് മുന്നോട്ട് വന്ന നേതാവാണ്. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായമാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരു മുസ്ലിം ലീഗിന്റെ ബെൽറ്റാണത്. അവിടെ കോൺഗ്രസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും അവിടെ ആര്യാടന ശേഷം ഒരു കരുത്തരായ നേതാവായി വളരാൻ VS ജോയിക്ക് സാധിച്ചു എന്ന ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കി വേണം പാർട്ടി സീറ്റ് നിശ്ചയിക്കാൻ വേണ്ടി. അതിനുവേണ്ടി പാർട്ടി മുൻകൈ എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ PV അൻവർ VS ജോയ് സ്ഥാനാർത്ഥിയാകണമെന്ന് പറയുമ്പോഴും പിന്തുണയ്ക്കുമെന്ന് പറയുമ്പോഴും ഒക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് VS ജോയ് നടത്തിയ പ്രതികരണമുണ്ട്. PV അൻവറിനെ CPM ചങ്ങലയിലിട്ട് തളയ്ക്കണം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും അത്രത്തോളം നമുക്ക് ദഹിക്കുന്ന കാര്യങ്ങളല്ല എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് VS ജോയ്. അല്ല, അത് സ്വാഭാവികമായും ഏത് ഘട്ടത്തിലാണ്, അതായത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുക, VD സതീശനെതിരെ നട്ടാൽ കുളയ്ക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, ഈ സമയത്താണ്. അത് സ്വാഭാവികമായിട്ടും മലപ്പുറത്തിന്റെ DCC അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞേ പറ്റും. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എനിക്ക് പിതൃതുല്യനാണെന്നും പിണറായി വിജയനോടൊപ്പം ഉള്ള പടം പ്രൊഫൈൽ പിക്ചർ ആക്കി കൊണ്ടുനടന്നതാണ് PV എന്ന്. രാഷ്ട്രീയത്തിൽ അതൊക്കെ സർവ്വസാധാരണമല്ലേ. ഇന്നലെ വരെ കോൺഗ്രസ്സുകാരെ തെറിയും വിളിച്ച് മുസ്ലിം സമുദായത്തെ തെറിയും വിളിച്ചിരുന്ന സന്ദീപായിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ സൽക്കാരങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ പിണറായി വിജയൻ മോശക്കാരനായിരുന്ന സരിൻ ഇന്ന് പിണറായി വിജയൻ വലിയ ദൈവതുല്യനായ നേതാവായി സരിൻ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതൊക്കെ PV എന്ന് പറഞ്ഞ പ്രശ്നമല്ല. PV എന്ന് തന്നെയാണല്ലോ ഈ VS ജോയിയുടെ പേര് ആദ്യമേ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും അതിലൊരു മതം തിരയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ VS ജോയ് സ്ഥാനാർത്ഥിയായി വന്നാൽ അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് 99 നിൽക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ 98 100 ആക്കാൻ പലപ്പോഴും ശ്രമിച്ചു, നടന്നില്ല. പക്ഷെ അത് 98 തന്നെ നിലനിർത്തുക എന്നത്, ഒരാളെ കൂട്ടുക എന്നത് UDF സംബന്ധിച്ചിടത്തോളം അനിവാര്യ ഘടകമാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനിയൊരു തെരഞ്ഞെടുപ്പില്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചെന്ന കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ റിസ്കി ഫാക്ടറാണ്. അതായത് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അത് 3 മുന്നണിക്കും BJP വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണം, ഇടതുപക്ഷത്തിന് സീറ്റ് നിലനിർത്തണം, UDF സംബന്ധിച്ചിടത്തോളം ആ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 3 പേർക്കും ഇത് അനിവാര്യമായ ഒരു എന്താ പറയാ വലിയ ബാലികറാമലയായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതവർക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം കരുതനായ ഒരു സ്ഥാനാർത്ഥി അവിടെ ആവശ്യമാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനേക്കാൾ എന്തുകൊണ്ടും രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ VS ജോയിയുടെ സാധ്യതകൾ അവിടെയാണ് തെളിഞ്ഞു വരുന്നത്. VS ജോയി വളരെ പക്വമായ നിലപാടുകളാണ് ഈ വിഷയത്തിലെടുത്തത്. അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ നിലപാടുകൾ അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. കാര്യം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, പ്രാദേശികമായ പല ഘടകങ്ങൾ ചർച്ച ചെയ്യപ്പെടുമെങ്കിലും അതിലുണ്ടാകുന്ന മുന്നേറ്റമൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഊർജ്ജം പകരുന്നതാണ്. UDF സംബന്ധിച്ചിടത്തോളം എനർജി കുറവുണ്ടവർക്ക്. ആ എനർജി ഉണ്ടാക്കാൻ ഈ പറയപ്പെടുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ഇതിനെ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയം ഏതും വേണ്ട. അപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കന്മാർ ഈ തൃണമൂൽ കോൺഗ്രസിനെയും PV അൻവറിനെയും ഇത്തരത്തിൽ അവരുടെ സപ്പോർട്ട് മേടിക്കുന്നത് നാളെ ബാധ്യതയാകും എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. നാളത്തെ കാര്യം നാളെയാണ്, ഇന്ന് കഴിഞ്ഞിട്ടാണല്ലോ. നാളെ ഇതുണ്ടെങ്കിലല്ലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും മുന്നണി പ്രവേശന ചർച്ചകളൊക്കെ കേരള കോൺഗ്രസ് എമ്മുമായിട്ടും പല പാർട്ടികളുമായിട്ടും ഒക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. തങ്ങൾക്ക് അധികാരം ലഭിക്കുമെന്നൊരു തോന്നലുണ്ടായാൽ, അതായത് UDF അധികാരം ലഭിക്കുമെന്നൊരു തോന്നലുണ്ടായാൽ NSS NDP പോലെയുള്ള ജാതീയ സംഘടനകളും ഇടതുപക്ഷത്ത് അത്ര സുഖകരമല്ലാതായി നിൽക്കുന്ന ഘടകകക്ഷികളെയും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് തന്നെ നമ്മൾ കേട്ട വാർത്ത ഐഷ പോറ്റിയെ UDF സ്ഥാനാർത്ഥിയാക്കാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇതെങ്ങനെയോ ലീക്കായി പോയതിന്റെ പേരിൽ മാത്രം ആ ചർച്ചകൾ അവസാനിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു നീക്കമാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വലിയ നീക്കമാണ്, നമ്മൾ ആലോചിക്കണം. കാരണം 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് LDF ഐഷ പോറ്റി. കഴിഞ്ഞ തവണ അവരുടെ സീറ്റ് വെട്ടി KN ബാലഗോപാലിനെ കൊണ്ടുവന്ന് മത്സരിച്ചപ്പോൾ വെറും 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KN ബാലഗോപാലിനോട് വിജയിക്കാൻ സാധിച്ചത്. R ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായത്. വലിയ കരുത്തൊന്നുമല്ല, രാഷ്ട്രീയ കേരളത്തിൽ വലിയ സംഭവമൊന്നുമല്ല. അവിടെ ഐഷ പോറ്റിയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച LDF സ്ഥാനാർത്ഥി ആര് തന്നെ ആയാലും വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള കരുനീക്കങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ UDF സംബന്ധിച്ചിടത്തോളം നോക്കൂ, 140 മണ്ഡലങ്ങളിൽ 40 മണ്ഡലങ്ങളോളം LDF കയ്യിലിരിക്കുകയാണ്. ഓരോ ജില്ലയിൽ നിന്നും നിലവിലിരിക്കുന്ന സീറ്റുകൾ നിലനിർത്തിക്കൊണ്ട് 4 സീറ്റുകൾ വീതം അധികം പിടിച്ചാൽ മാത്രമേ UDF അധികാരത്തിലെത്തും. അതിന് വേണ്ടുന്ന സംവിധാനങ്ങളും ചർച്ചകളും ഇപ്പോഴേ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജനം ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണമാറ്റം. പക്ഷെ അതിന് പറ്റുന്ന ത്രാണി UDF-നില്ല. ആ ത്രാണി ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രോസസ്സായി ഓരോ തിരഞ്ഞെടുപ്പിനെയും അവർ മാറ്റിയെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.